ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഡിസ്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. വിഷുവിൻ്റെ ഡിസ്കൗണ്ട് ആണ് തുടങ്ങിയിട്ട് ഒരു 4-5 ദിവസമായി. അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, പോരാത്തതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷു ഡിസ്കൗണ്ട് വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ സ്ക്രീനിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി 1-2 ദിവസവും കൂടി ഡിസ്കൗണ്ട് ഉണ്ടാവുകയുള്ളൂ. പുതിയ സബ്സ്ക്രൈബേഴ്സ്, പുതിയ വ്യൂവേഴ്സ്, നമ്മുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സ് എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് പറയാണ്. ഓക്കെ, ഏപ്രിൽ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. പ്രപഞ്ചശക്തി ഈ റീഡിംഗ് നിങ്ങളുടെ കൺമുന്നിൽ കൊണ്ടുവന്നാൽ ഈ വ്യക്തി നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ചില തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ കൺമുന്നിൽ വന്നു കഴിഞ്ഞാൽ തന്നെ അതൊരു നിമിത്തമായി നിങ്ങൾ കാണണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ കൊണ്ടുവരാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്താണ് എന്നുള്ളത് അറിയാൻ സാധിക്കും. ആൻഡ് ഓൾസോ നിങ്ങളിത് യാദൃശികമായിട്ടാണ്, അതായത് പ്രീ പ്ലാൻഡ് അല്ലാതെ യാദൃശികമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ കൺമുന്നിൽ ഈ ഒരു റീഡിംഗ് വരികയാണെങ്കിൽ പോലും യൂണിവേഴ്സ് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഈ ഒരു റീഡിങ്ങിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള ചില സത്യങ്ങളുണ്ട്, ചില കാര്യങ്ങളുണ്ട്. അപ്പൊ അതാണ് നിങ്ങൾ ഇതിലൂടെ അറിയാനും പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ആ ഒരു എനർജിയിലേക്ക് പോകാം. ഇപ്പൊ ഫസ്റ്റ് എനർജി തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഇത് രണ്ടും ഓവറോൾ എനർജിയാണ്. ഇത് നമുക്ക് ലാസ്റ്റ് എടുക്കാം. ആൻഡ് ഓൾസോ ഇവിടെ നമുക്ക് ഫസ്റ്റ് എനർജി വ്യൂസ് ഓഫ് ദ ഈഗോ ആണ് കാണിക്കുന്നത്. കാരണം ഈ പേഴ്സന്റെ പലതരത്തിലുള്ള സ്വഭാവ രീതിയെ കുറിച്ച് ഈ വ്യക്തി സ്വന്തമായി വിശകലനം ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള തെറ്റുകൾ, മണ്ടത്തരമായിട്ടുള്ള കാര്യങ്ങൾ, തെറ്റിദ്ധാരണയായിട്ടുള്ള കാര്യങ്ങൾ, വാശി, ദേഷ്യം എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള ആ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങൾ, ഓക്കെ, ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഈ പേഴ്സൺ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്ന ആ ഒരു സ്വഭാവ രീതി, ഓക്കെ, അതായത് നിങ്ങളോട് പ്രകടിപ്പിച്ചിട്ടുള്ള സ്വഭാവ രീതി, അത് ഈ വ്യക്തി സ്വന്തമായി വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പൊ നമ്മൾ ചെയ്തു പോയിട്ടുള്ള പല കാര്യങ്ങളെ കുറിച്ചിട്ടും നമ്മൾ എക്സാമിൻ ചെയ്യില്ലേ? അതായത് നമ്മൾ ചെയ്തു പോയത് തെറ്റാണോ, ശരിയാണോ, അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ എക്സാമിൻ ചെയ്യും. നമ്മൾ അതൊന്ന് പരിശോധിക്കും, പുനഃപരിശോധിക്കും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ ആ ഒരു ചെയ്തു കൂട്ടി, കാരണം ഇത്രയും കാലം ഈ പേഴ്സൺ വിചാരിച്ചത് ഈ പേഴ്സൺ ചെയ്യുന്നതാണ് ശരി, ഈ പേഴ്സൺ ചെയ്യുന്നതാണ് സത്യം എന്നുള്ളൊരു മനോഭാവത്തോടെയാണ് ഈ പേഴ്സൺ മുന്നോട്ട് വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി ഉറപ്പായിട്ടും കാണാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ചെയ്ത എല്ലാ കാര്യവും സത്യമായ കാര്യമാണോ, ഞാൻ ചെയ്തതിൽ വാല്യൂ ഉണ്ടോ, വിലയുണ്ടോ, എന്തെങ്കിലും സത്യമുണ്ടോ, ഗൗരവമുണ്ടോ, കാര്യമുണ്ടോ, പോസിറ്റീവ് ഉണ്ടോ, തെറ്റുകളുണ്ടോ, ഇതാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പേഴ്സൺ തന്നെ സ്വന്തമായിട്ട് എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഫോളിങ് ഫാസ്റ്റ് ആണ്. അതായത് നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള പ്രണയം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സമയത്തിൽ ഉണ്ടായിട്ടുള്ള പ്രണയമാണ്. അതായത് ഒട്ടും തന്നെ ഈ പേഴ്സൺ ചിന്തിക്കാത്ത സമയത്ത് പെട്ടെന്ന് പൊട്ടിമുളച്ചിട്ടുള്ള ഒരു പ്രണയബന്ധമായിട്ടാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല. മേ ബി നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നായിരിക്കാം, കൊളീഗ്സ് ആയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം ഈ പേഴ്സൺ.
അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. അത് ഒട്ടും എക്സ്പെക്ട് ചെയ്യാണ്ടാണ് നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വളരെ പെട്ടെന്നാണ് നിങ്ങൾക്കിടയിൽ പ്രണയബന്ധം ഉണ്ടായത് അല്ലെങ്കിൽ ഉണ്ടായി തീർന്നത്. അതുകൊണ്ട് തന്നെ അവിടെ സത്യസന്ധമായിട്ടുള്ള ഒരു പ്രണയം അല്ലെങ്കിൽ ആ പ്രണയത്തിന്റെ കാഠിന്യം അല്ലെങ്കിൽ പ്രണയത്തിന്റെ പവിത്രത ഈ വ്യക്തിക്ക് ശരിക്കും അനുഭവിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് പെട്ടെന്നുണ്ടായ ഒരു പ്രണയമാണ്, പെട്ടെന്ന് പൊട്ടിമുളച്ചിട്ടുള്ള ഒരു പ്രണയമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഭയങ്കരമായിട്ട് അത് അനുഭവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. കാരണം ഈ പേഴ്സൺ പ്രണയത്തിനേക്കാൾ ഉപരി ഈ പേഴ്സൺ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ഈ വ്യക്തിയുടെ വാശി, ഈ വ്യക്തിയുടെ ചില തീരുമാനങ്ങൾ, ചില അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ ഈ വ്യക്തി പറയുന്നത് പോലെ മുന്നോട്ട് പോകണം, ഈ വ്യക്തി പറയുന്നതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം, നിങ്ങൾ ചെയ്യണം, അങ്ങനെയുള്ള ഒരു രീതിയായിരുന്നു ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ പെട്ടെന്നുണ്ടായ ഒരു റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ അവിടെ പറയത്തക്ക ഒരു കെമിസ്ട്രി, നമ്മൾ പറയില്ല ഒരു കെമിസ്ട്രി അല്ലെങ്കിൽ ഒരു ആത്മബന്ധം അവിടെ വർക്കൗട്ട് ആക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പെട്ടെന്ന് ഒരു ഇഷ്ടമുണ്ടായി നിങ്ങൾക്കിടയിൽ, പെട്ടെന്ന് ഒരു പ്രണയം വന്നു, സമ്മതിച്ചു. പക്ഷെ അത് മര്യാദക്ക് എൻജോയ് ചെയ്തുകൊണ്ട് പ്രണയിച്ച് റൊമാൻറ്റിക് ആയിട്ട് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ഈ വ്യക്തി വൻ പരാജയമായിരുന്നു. ഒരുപക്ഷെ നിങ്ങളും പരാജയമായിരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പേഴ്സൺ ഇപ്പൊ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, സോറി ഈ കാർഡ് കാണിക്കാൻ പറ്റില്ല, റീകൺസിലിയേഷൻ ആണ് കിട്ടിയിട്ടുള്ളത്. കാരണം ഈ പേഴ്സൺ അത് റീകൺസിലിയേഷൻ ചെയ്യണം, അതായത് നിങ്ങളുമായിട്ട് ഒരുമിച്ച് വരണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പൊ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയപ്പോൾ, നിങ്ങൾ രണ്ടുപേരും രണ്ട് വഴിക്ക് പോയപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി, അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു പോസിറ്റീവ് എനർജി, ആ ഒരു അതിൻ്റെതായിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ആ ഒരു ശരിയായ കാര്യങ്ങൾ, നല്ല നല്ല അനുഭവങ്ങൾ, ഇതെല്ലാം തന്നെ ഈ വ്യക്തി മനസ്സിലാക്കി എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ട് ഇങ്ങനെ അധിക കാലം അകന്ന് ജീവിക്കാൻ സാധിക്കുകയില്ല. ഓക്കെ, അതായത് എത്രയും പെട്ടെന്ന് നിങ്ങളുമായി കൂടിച്ചേരണം എന്നുള്ളൊരു രീതിയിലാണ് ഈ പേഴ്സൺ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് അകന്ന് നിൽക്കുന്നുണ്ട്. സോ നിങ്ങളുമായിട്ട് എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റിൽ എത്തണം, അതായത് ഇങ്ങനെ അകന്ന് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അതിൽ നിന്നും പ്രത്യേകിച്ചൊന്നും നേടാനുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുവാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഇവിടെ വേണ്ടാത്ത ആൾക്കാരെയൊക്കെ ഈ പേഴ്സൺ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതായത് അൺഎക്സ്പെക്റ്റഡ് വിസിറ്റേഴ്സ്, ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ പല കാര്യത്തിലും അത്ര ബോധേഡ് അല്ലായിരുന്നു. മനസ്സിലായോ? അതായത് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഓരോ ആൾക്കാര് അവർ നല്ലവരാണോ ചീത്തവരാണോ എന്ന് നമ്മൾ അറിയണം. പക്ഷെ ചില ആൾക്കാര് അത് അറിയാൻ ശ്രമിക്കൂല, അല്ലെങ്കിൽ അത് അറിയാനായിട്ട് ശ്രമിക്കുകയുമില്ല. എന്താ പറയാ, അത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അത് പുനഃപരിശോധിക്കാനോ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ ഈ വ്യക്തി മാത്രമല്ല, ചില ആൾക്കാർ അങ്ങനെയാണ്. ഓക്കെ, ചില ആൾക്കാർ അവരവരുടെ ജീവിതത്തിലേക്ക് വരുന്ന വ്യക്തികളെ പറ്റിയിട്ട് നന്നായിട്ട് ചിന്തിക്കും, നന്നായിട്ട് ശ്രദ്ധിക്കും. പക്ഷെ ഈ പേഴ്സൺ എന്ന് പറയുന്നത്, ഈ പേഴ്സന്റെ ലൈഫിലേക്ക് ഒരുപാട് ആൾക്കാർ വന്ന്, നിങ്ങൾ ഉൾപ്പെടെ, പക്ഷെ അതിൽ പലവരും കാപട്യ മുഖങ്ങളായിരുന്നു, അതായത് ഒരു തെറ്റായ കള്ളമായ മുഖങ്ങളായിരുന്നു. അതിൽ പലവരും ഈ വ്യക്തിക്ക് നല്ല പണി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, പണി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്, ഈ പേഴ്സന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ ആ ഒരു വേണ്ടാത്ത ആൾക്കാരെ എടുത്ത് കളഞ്ഞതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ക്ഷണിക്കപ്പെടാത്ത ചില നെഗറ്റീവായിട്ടുള്ള വ്യക്തികൾ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വന്നു. അപ്പോൾ അത് എടുത്തു കളയാനായിട്ട് ഈ പേഴ്സൺ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ശ്രമിച്ചിട്ടുണ്ടെന്നല്ല, അനാവശ്യമായിട്ട് തനിക്ക് ശരിയല്ല എന്ന് തോന്നിക്കുന്ന പല വ്യക്തികളെയും ഈ വ്യക്തി എറിഞ്ഞു കളഞ്ഞതായിട്ട്, അല്ലെങ്കിൽ വേണ്ട എന്ന് തീരുമാനിച്ച് എടുത്തു കളഞ്ഞതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊരു പ്രത്യേകമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. അൺലീഷ് ദ വൈൽഡ് വിത്തിൻ, ചില സമയത്ത് ഈ വ്യക്തിക്ക് ഭയങ്കരമായിട്ട് ട്രിഗറിങ് ഉണ്ടാവുന്നുണ്ട്, ഭയങ്കരമായിട്ട് വൈബ്രേഷൻസ് ഉണ്ടാവുന്നുണ്ട്, സങ്കടങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടാകുന്നുണ്ട്, ഓരോന്ന് ആലോചിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം ഇതെല്ലാം നിങ്ങളുടെ പോരായ്മയാണ് കാണിക്കുന്നത്.
നിങ്ങളുടെ സാന്നിധ്യമില്ലായ്മ, നിങ്ങളുടെ പോരായ്മ, നിങ്ങളുടെ സ്നേഹമില്ലായ്മ, ഇതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു കുറവ് നല്ല രീതിയിൽ തന്നെ ഈ വ്യക്തിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ആ ഒരു കുറവ് ഈ വ്യക്തിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും പ്രാധാന്യമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ പേഴ്സൺ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എംബ്രേസ് ദ എനർജി ഓഫ് പീസ് എന്നാണ്. അതായത് 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകുന്ന ഒരു ക്യാരക്ടറായിട്ട് കാണിക്കുന്നുണ്ട്. മനസ്സിലായോ? അതായത് 4 ചുമരുകൾക്കുള്ളിൽ ഈ പേഴ്സൺ ഒതുങ്ങിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ. അത് സൊസൈറ്റി കണ്ടീഷനിങ് ആയിരിക്കാം. ഓക്കെ, സൊസൈറ്റി കണ്ടീഷൻ ചെയ്യിപ്പിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിയന്ത്രിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ പാരൻസ് പറയുന്നത് കേൾക്കേണ്ടതായിരിക്കാം, കൂട്ടുകാര് ഈ പേഴ്സണെ വേദനിപ്പിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നുണ്ടാകാം, നിങ്ങളിൽ നിന്നും അകറ്റി നിർത്താൻ ശ്രമിക്കുന്നുണ്ടാകാം. ഇതെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്. അത് ഈ പേഴ്സൺ എവിടേക്കാണ് ആ ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്തത്, അവിടെ സ്വാതന്ത്ര്യം കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ഈ പേഴ്സണെ തടസ്സപ്പെടുത്തുന്ന എനർജീസ് ഏതൊക്കെയാണോ അത് വേണ്ടാന്ന് വെക്കണം. അതിപ്പോ പാരൻസ് ആയാലും ആരായാലും തന്റെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന, നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ ഏതാണോ അത് എടുത്തു മാറ്റണം എന്നുള്ളൊരു ചിന്തയിൽ തന്നെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. ആൻഡ് ഓൾസോ ദ കോൺവെർസേഷൻ, ഐ വാണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ് എന്നാണ്. അതായത് ഉറപ്പായിട്ടും നിങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യണം, നിങ്ങളെ ഫോൺ വിളിക്കണം, നിങ്ങളുമായിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കണം. ഈ ഒരു ലെവലിൽ തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. മനസ്സിലായോ? നിങ്ങളുമായിട്ട് ആ ഒരു നിങ്ങളുടെ വോയിസ്, നിങ്ങളുടെ ശബ്ദം കേൾക്കണം, നിങ്ങളുമായിട്ട് സംസാരിക്കണം, മനസ്സ് തുറക്കണം. ഇത് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ഈ പേഴ്സന്റെ താല്പര്യം. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് പല കാര്യങ്ങളും, പല തീരുമാനങ്ങളും എടുക്കാൻ ഈ വ്യക്തി തയ്യാറാണ്. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഈ പേഴ്സൺ ജീവിച്ചിട്ടുള്ളത്. പക്ഷെ ഏതൊക്കെയോ ഒരു സിറ്റുവേഷനിൽ അത് മാറിപ്പോയി എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്കിടയിൽ ആ ഒരു വിള്ളലുകൾ സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഈ വ്യക്തി അത്ര ഹാപ്പി ഒന്നുമല്ല. ബിക്കോസ് നന്നായിട്ട് തന്നെ മിസ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും ഈ പേഴ്സണെ ഒരു ഭയങ്കരമായിട്ട് മനസ്സ് വേദനിക്കുന്നുണ്ട്. അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്രയുമാണ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വിഷുവിന്റെ ഡിസ്കൗണ്ട് ആണ്. ഏപ്രിൽ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ്. തുടങ്ങിയിട്ട് 3-4 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഡിസ്കൗണ്ട് റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പോരാത്തതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വിഷു ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.